എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ബുധനാഴ്ചയാണ്, ചിങ്ങം 4. ബുധനാഴ്ച ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ബുധൻ ഊർജ്ജസ്വലനായ ഒരു പ്ലാനറ്റാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പ്ലാനറ്റാണ്. സൂര്യൻ നമ്മെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ബുധൻ നമ്മെ പഠിപ്പിക്കുന്നത് ഊർജ്ജസ്വലതയാണ്. നമ്മളെപ്പോഴും ആക്റ്റീവായിരിക്കുക. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ആർഷഭാരത സംസ്കാരം ലോകമെമ്പാടും വ്യാപിച്ച് കിടക്കുന്നുണ്ട്. നമ്മളൊഴിച്ച് ബാക്കി എല്ലാ ആൾക്കാരും അത് അനുസരിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് അടിസ്ഥാനപരമായ ചില അധ്വാനങ്ങളും പരിശ്രമങ്ങളുമൊക്കെ ജീവിതത്തിലുണ്ട്. എന്നാൽ അനായാസേന അധ്വാനം കുറച്ച് ചെയ്യാവുന്ന യോഗ എന്ന് പറയുന്ന പ്രക്രിയ നമ്മുടെ ശരീരത്തിനും മനസ്സിനും എല്ലാം ആശ്വാസം തരുന്നു. അതേപോലെ പ്രാണായാമം നമ്മളെ വളരെയധികം ക്ഷീണം അകറ്റുന്നതിനും അതേപോലെ ഉത്സാഹത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്നതിനുമൊക്കെ സഹായിക്കുന്നു. അതുകൊണ്ട് ഈ വകയുള്ള നമ്മുടെ ആചാരങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കാനായി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അത് നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ തരുന്നതാണ്. ഇനി നമുക്ക് ഇന്നത്തെ ഫലം നോക്കാം. ഇന്ന് ബുധനാഴ്ച 4 ചിങ്ങം 4. നമുക്ക് മേടക്കൂറുകാരുടെ ഫലമാണ് ആദ്യമായി പരിശോധിക്കുന്നത്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമാണ്. ഒരുപാട് നാൾ ആഗ്രഹിച്ചെന്ന പല കാര്യങ്ങളും സഫലീകരിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഏതു തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വളരെ അനുകൂലമായ ഒരു അനുഭവം ഇന്ന് വന്നു ചേരുന്നതാണ്. ദീർഘകാലമായി അനുഭവിക്കുന്ന രോഗാദി ദുരിതങ്ങൾക്ക് ശമനം ലഭിക്കുന്നതാണ്. ദൂരയാത്രയ്ക്കോ മംഗളകർമ്മങ്ങളിലോ ഒക്കെ പങ്കെടുക്കാനുള്ള ഒരു ദിവസമാണ് ഇന്ന്. പുതിയ കാര്യങ്ങൾ, സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലതാണ്. എന്നാൽ വീട് മാറ്റം, വീട് പാലുകാച്ചൽ, ഈ വക കാര്യങ്ങൾക്ക് നമുക്ക് ഇന്ന് അനുകൂലമല്ല. അടുത്തായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം നോക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര. ഇടവക്കൂറുകാർക്ക് പൊതുവെ ഉണ്ടായിരുന്ന ഒരു മൗഢ്യമൊക്കെ മാറി ഇന്ന് ഉത്സാഹമുണ്ടാകുന്നൊരു ദിവസമാണ്. എഴുത്തുവേലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ അനായാസേന കാര്യങ്ങൾ ചെയ്യാനായി സാധിക്കും. മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിനൊരു അയവ് വരുന്ന ദിവസമാണ്. വിദ്യാർത്ഥികൾക്കും കലാകാരന്മാർക്കും ബിസിനസ്സുകാർക്കും ഇന്ന് അനുകൂലമായ ദിവസമാണ്. എന്നാൽ ഉദ്യോഗാർത്ഥികൾക്കോ അധ്യാപന വിഷയത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കോ ഒന്നും അത്ര സുഖകരമായ ദിവസമായിരിക്കുകയില്ല. എന്നാൽ ഉച്ചയോടുകൂടി ആശ്വാസകരമായ ചില കാര്യങ്ങൾ അവർക്കും വന്നു ചേരുന്നതാണ്. ഇന്നത്തെ ദിവസം സന്തോഷത്തോടു കൂടിയും ഈശ്വര വിചാരത്തോടു കൂടിയും തുടങ്ങുക. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം നോക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമാണ്. ശാന്തതയും സമാധാനവും വരുന്ന ദിവസമാണ്. സമ്മാനങ്ങൾ ലഭിക്കുന്ന ദിവസമാണ്. ബന്ധുസമാഗമത്തിനുള്ള ദിവസമാണ്. എല്ലാ വിഭാഗക്കാർക്കും ഏകദേശം വളരെ നല്ല സന്തോഷം കിട്ടുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ കേസ്, വഴക്ക് കാര്യങ്ങളിൽ ഏർപ്പെടുത്തുന്നവർക്കോ ഗ്രഹമാറ്റത്തിന് ഉദ്ദേശിക്കുന്നവർക്കോ അനുകൂലമായ ഒരു ദിവസം ആയിരിക്കുകയില്ല. ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ രാശിക്കാർക്ക് ഇന്നത്തെ അനുഭവങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. വളരെ അനുകൂലമായിരിക്കും. എല്ലാവരും വളരെ സൗഹൃദത്തോടു കൂടി നമ്മളോട് ഇടപെടുന്ന ഒരു ദിവസമായിരിക്കും. മാനസികമായ പിരിമുറുക്കങ്ങൾ ഒരുവിധം ശാന്തമാകുന്നതാണ്. സമ്മാനങ്ങൾ ലഭിക്കുന്ന ദിവസമാണ്. ദൂരയാത്രയ്ക്ക് പോകാനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്ന ദിവസമാണ്. അതേപോലെ സാമ്പത്തികമായ നേട്ടങ്ങളുള്ള ദിവസമാണ്. ഇന്ന് വിദ്യാർത്ഥികൾക്കും എല്ലാ വിഭാഗക്കാർക്കും അനുകൂലമായ ദിവസമാണ് എങ്കിലും ബിസിനസ്സുകാർക്ക് ചില നഷ്ടങ്ങൾ വന്ന് ഭവിക്കാൻ സാധ്യതയുണ്ട്. ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്താൽ അത് ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ കീഴ് ജീവനക്കാരുമായി കലഹത്തിനോ പ്രശ്നങ്ങൾക്കോ സാധ്യത കാണുന്ന ഒരു ദിവസമാണ് ഇന്ന്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം നോക്കാം. മകം, പൂരം, ഉത്രം, കാല് നക്ഷത്രക്കാർക്ക്
ഇന്ന് പ്രതികൂല സാഹചര്യങ്ങൾ കൂടുതലാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ അവർക്ക് ചില അസ്വാസ്ഥ്യങ്ങൾ വന്നു ചേരാം. വൈദ്യസഹായം തേടേണ്ടതായിട്ട് വരുന്നതായി കാണുന്നു. ബന്ധുമിത്രാദികൾക്കോ തനിക്കോ അസുഖങ്ങൾ വരാനാണ് സാധ്യത. സന്താനങ്ങളെ കൊണ്ട് ചില മനപ്രയാസങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എന്നാൽ ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. അതേപോലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകന്മാർക്കും അതേപോലെ ഗവൺമെൻറ് സർവീസിലുള്ളവർക്കുമൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. ജോലി ഭാരം കൊണ്ട് വിഷമിക്കാൻ സാധ്യതയുള്ള വിഭാഗം IT കമ്പനിക്കാരാണ്. അവർക്കിന്ന് താരതമ്യേന ബദ്ധപ്പാടുള്ള ജോലി ലഭിക്കുന്നതാണ്. എന്നാൽ വൈകുന്നേരത്തോടു കൂടി അവർക്ക് സമാധാനം കൈവരുന്നതാണ്. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രമുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് സവിശേഷമായ അല്ലെങ്കിൽ വിശേഷപ്പെട്ട ചില സാഹചര്യങ്ങളാണ് ഇന്നുണ്ടാകുന്നത്. വളരെ സന്തോഷം തരുന്നതും സമാധാനം തരുന്നതുമായ ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടാകുന്നതാണ്. ഇത്രയും നാളും ഏർപ്പെട്ടിരുന്ന ചില കാര്യങ്ങളിൽ ചില നല്ല അനുകൂലമായ മാറ്റം കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു ദിവസമാണ്. അതേപോലെ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് വൈകുന്നേരത്തോടു കൂടി ചില കഷ്ടനഷ്ടങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതേപോലെ മോഷ്ടാക്കളുടെ ശല്യം വരാനും സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിച്ചാൽ ഇവ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. എന്നാൽ ഗുണദോഷ സമ്മിശ്രമാണ് ഈ ദിവസമെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. പണമിടപാടുകളിൽ ചില ലാഭങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഇഷ്ടഭക്ഷണം, ഇഷ്ടജന സമാഗമം ഒക്കെ വന്നു ചേരാനായി സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖമുക്കാല്. തുലാക്കൂറുകാർക്ക് വളരെ ആശ്വാസകരമായ ചില അനുഭവങ്ങൾ ഇന്ന് വന്നു ചേരാം. എല്ലാവരോടും വളരെ നയത്തിൽ പെരുമാറിയാൽ സന്തോഷം ലഭിക്കുന്നതാണ്. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ ചില ലാഭങ്ങൾ വന്നു ചേരാം. എന്നാൽ വാക്കുകൾ കൊണ്ട് ചില അനർത്ഥങ്ങൾ വന്നു ചേരാൻ സാധ്യത ഉള്ളതിനാൽ വാക്കുകൾ ശ്രദ്ധിക്കുക. ആരോഗ്യപരമായ ചില കാര്യങ്ങൾക്ക് പ്രശ്നങ്ങൾ വന്നു ചേരാം. വൈദ്യസഹായം തേടുന്നത് ഉത്തമമായിരിക്കും. അതേപോലെ ഉള്ള അസുഖങ്ങൾ ചെറുതായി അധികരിക്കാനും സാധ്യത കാണുന്നുണ്ട്. അതൊഴിച്ചാൽ മറ്റ് ചില സന്തോഷങ്ങൾ വൈകുന്നേരത്തോടു കൂടി വന്നു ചേരുന്നതാണ്. കുടുംബാംഗങ്ങൾക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കുമെന്ന്. അതേപോലെ കുടുംബിനികൾക്കും ഇന്ന് അനുകൂലമായ ഒരു ദിവസമാണ്. അടുത്തതായി വൃശ്ചികക്കൂറിലെ രാശിഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ വിശാഖക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആനന്ദകരമായൊരു ദിവസമായിരിക്കും. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ചില മ്ലാനതകൾ വന്നു ചേരാം. ചില ബന്ധുമിത്രാദികളുടെ വിയോഗമോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള വേദനപ്പെടുത്തുന്ന ഇടപെടലുകളോ ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക. അതൊഴിച്ചാൽ സാമ്പത്തികമായി അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. തൊഴിലേർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഹോട്ടൽ, ആഹാര വസ്തുക്കൾ വിൽക്കുന്ന സ്ഥലം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളവർക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കുമെന്ന്. തീയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായ ദിവസമായിരിക്കുമെന്ന്. അടുത്തതായി നമുക്ക് ധനുക്കൂറിലെ രാശിഫലം നോക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. എന്നാൽ ചില അപവാദങ്ങൾ വന്ന് ഭവിക്കാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടിയും കരുതലോടെയും സംസാരിക്കുക. അതേപോലെ ഫോണിൽ കൂടെയുള്ള സംസാരം ദീർഘിപ്പിക്കാതെ ഇരിക്കുക. സന്തോഷകരമായ ഒരു ദിവസത്തെ നശിപ്പിക്കാൻ ചില സംഭവങ്ങൾ അതിലൂടെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് അപ്രകാരം ഒരു നിബന്ധന വയ്ക്കുന്നത്. കുടുംബാന്തരീക്ഷം വളരെ ശാന്തമായിരിക്കും. മക്കളെക്കുറിച്ച് അല്ലെങ്കിൽ സന്താനങ്ങളെക്കുറിച്ച് ഉള്ള ഉത്കണ്ഠ ഒരു പരിധിവരെ വളരെ അനുകൂലമായി നിങ്ങൾക്ക് വരുന്നതാണ്. അവരുടെ ഉന്നമനത്തിന് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട്. വസ്തുക്കൾ, വാഹനങ്ങൾ ഇവ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. അടുത്തതായി മകരക്കൂറിൻ്റെ രാശിഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്,
തിരുവോണം, അവിട്ടത്തര. ഈ രാശിക്കാർക്ക് താരതമ്യേന ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ഇന്ന്. എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി കിട്ടുന്നതാണ്. എന്നാൽ ചില ബന്ധങ്ങളിൽ വന്ന ഉലച്ചിലൊക്കെ കുറച്ച് കൂടുതലാകാനും മനസ്സ് അസ്വസ്ഥമാകാനും സാധ്യതയുണ്ട്. രാത്രിയോടുകൂടി അതിനൊക്കെ ഒരു ശമനം ലഭിക്കുന്നതാണ്. സുഖനിദ്രയ്ക്കുള്ള ചില സാധ്യതകൾ കാണുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന പ്രവൃത്തികളിൽ ഒരു ബ്രേക്ക് എടുക്കുന്നത് നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്കും കലാകാരന്മാർക്കും ബിസിനസ്സുകാർക്കും നല്ല ഒരു ദിവസമായിരിക്കും. ഉദ്യോഗാർത്ഥികൾക്കും വൈദ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ അത്ര നല്ല ഒരു ദിവസമായിരിക്കുകയില്ല. ഒരു ദിവസം മാറ്റിവെച്ചാൽ അതും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം നോക്കാം. അവിട്ടത്തരയും ചതയവും പൂരുട്ടാതി മുക്കാലും വരുന്ന കുംഭക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. എന്നാൽ വളരെ വൈകി പല കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്നത് മൂലം കുറച്ച് മനസ്സിന് ടെൻഷനും അസ്വസ്ഥതയുമൊക്കെ ഉണ്ടാകുന്നു. തൻ്റെതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ചില കലഹങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഇതൊഴിച്ചാൽ ഇന്നത്തെ ദിവസം ശാന്തവും സമാധാനം നിറഞ്ഞതുമായിരിക്കും. കുടുംബാംഗങ്ങളുമായിട്ട് സന്തോഷമായി ഇടപെടുക. കുടുംബത്തിൽ ചില സന്തോഷ വർത്തമാനങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകാനും വിവാഹ ആലോചനകൾക്ക് ആക്കം കൂട്ടാനുമൊക്കെ ഇന്നത്തെ ദിവസം ഉതകുന്നതാണ്. അടുത്തതായി നമുക്ക് മീനരാശിയുടെ ഫലം നോക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതിക്കാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങളുണ്ടാകാം. എന്നാൽ വാഹനങ്ങളിൽ ചില റിപ്പയറുകൾ വന്ന് മനസ്സ് അസ്വസ്ഥമാകാൻ സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് ശേഷം അത് അനുകൂലമായി കാണുന്നു. സാമ്പത്തികമായി ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കുന്നതാണ്. സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടാകുന്ന ദിവസമാണ്. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രത്യേകിച്ചും വരുമാനം കൂടുന്ന ഒരു ദിവസമായിരിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ എഴുത്തുകാർക്കും ഒക്കെ വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. രാഷ്ട്രീയക്കാർക്ക് ഇന്ന് ചില മാനസിക ക്ലേശങ്ങൾ അനുഭവപ്പെട്ടേക്കാം. എങ്കിലും ഗുണാധിക്യമുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ചിങ്ങം 4-ാം തീയതിത്തെ ഇന്നത്തെ വിഷയം, ഇന്നത്തെ രാശിഫലം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് നാളെ വീണ്ടും കാണാം. നല്ല ദിവസവുമായി തിരിച്ചു വരുന്നതാണ്. അതുവരെ നിങ്ങളെ എല്ലാവരെയും സർവേശ്വരൻ കടാക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ പരിപാടി ഇവിടെ അവസാനിക്കുന്നു.